ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതം ശിവാനിയെ ഭീഷണിപ്പെടുത്തണം കേട്ടോ. ശിവാനിയോട് ഭീഷണിയല്ല, കോടതിയിൽ ഒരു കേസ് കൊടുക്കാൻ പോവുകയാണ് ഞാൻ. നിനക്കെതിരെ നീ പൊളിഗർഭമാണ് നടത്തുന്നത്, നിൻ്റെ വയറ്റിൽ ഗർഭമില്ല എന്നുള്ള സത്യം, അതോടുകൂടി എൻ്റെ നിധിയുടെ സത്യാവസ്ഥ പുറത്തു വരും. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു, ഈ കേസ് നീ പിൻവലിച്ചാൽ നിനക്ക് നന്ന്, അല്ല എങ്കിൽ നിൻ്റെ പിന്നെ ജീവിതം പറയാനില്ല എന്ന് പറയണം കേട്ടോ. ഇതേ സമയം ശിവാനി വല്ലാതെ പേടിക്കുന്നുണ്ട്. അത് പറഞ്ഞിട്ടാണ് ഗൗതം പോകുന്നത്. അപ്പോഴേക്കും വസുന്ധര അങ്ങോട്ടേക്ക് എത്തുക. എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. വസുന്ധരയുടെ മുന്നിൽ തട്ടിക്കൂട്ട് വാക്കുകൾ വിട്ട് ശിവാനി പെട്ടെന്ന് കൈയൊഴിയാണ്. അവിടെ നിന്നും പോവുകയാണ്. കാരണം പിടിക്കപ്പെടുമോ എന്ന പേടി ശിവാനിക്ക് വരികയാണ്. എന്നാൽ ഈ സമയം ശിവാനി നേരെ പോകുന്നത് CKCയുടെ മുന്നിലോട്ടാണ് കേട്ടോ. അങ്ങനെ CKCയോട് ചെന്നിട്ട് പറയണ്, എൻ്റെ അങ്കിൾ എന്നെ രക്ഷിക്കില്ല. അത് കേട്ടോടനെ എന്തിന്? അതെ, അവളുടെ പേരിൽ ഞാൻ കേസ് കൊടുത്ത് ഇപ്പോൾ അവൾ 7 വർഷം കഠിന തടവ് അനുഭവിക്കാൻ പോവുകയല്ലേ. എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കി എന്നുള്ള ആ പേരിൽ എൻ്റെ അമ്മയും ആ ഒരു കേസ് ഒന്നും കൂടി ബലമാക്കി എടുത്തിട്ടുണ്ട്. അത് നല്ല കാര്യമല്ലേ? അതിനെന്താ നിൻ്റെ പ്രശ്നം? അല്ല, ഗൗതം എന്നെ കാണാൻ വന്നിരുന്നു. അവൻ ഇന്ന് എനിക്ക് ഭീഷണിയുമായി വന്നിരിക്കുന്നു. എൻ്റെ വയറ്റിൽ കുഞ്ഞില്ലെന്നും ഞാൻ നാടകമാണ് ഈ ഗർഭം നടത്തുന്നതെന്നൊക്കെ പറയാൻ വേണ്ടി. അത് കേട്ട ഉടൻ തന്നെ CKC പറയാം, അതിനെന്താ, നീ എന്തിനാ പേടിക്കുന്നത്? അല്ല, അത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമല്ലേ? കോടതിയിൽ പോയി കഴിഞ്ഞാൽ, ആ കേസ് പോയി കഴിഞ്ഞാൽ കോടതി പറയും നിൻ്റെ ഗർഭം സത്യമാണോ അല്ലേ എന്ന് തെളിയിക്കാൻ കോടതി ഉത്തരവിടും. അതിൻ്റെ ടെസ്റ്റ് നടത്താൻ കോടതി ഉത്തരവിടുമ്പോൾ അതോടുകൂടി കാര്യങ്ങൾ നിനക്ക് സുഖമായില്ലേ? സത്യാവസ്ഥ പുറത്തു വരും. നീ ഗർഭിണിയാണെന്ന് അറിയും. നീ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നിധിക്ക് ശിക്ഷ കിട്ടുമെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ അത് പിന്നെ എന്ന് പറയുമ്പോൾ, അത് പിന്നെ എന്താ നീ പറയുന്നത്? എനിക്കെന്താ ബുദ്ധിയില്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അത് കേട്ടുടൻ തന്നെ ഗൗതം CKC ശിവാനിയോട് ചോദിക്കുകയാണ്, സത്യത്തിൽ നീ ഗർഭിണിയല്ലേ? എൻ്റെ ഒരു സംശയം ചോദിക്കുക. അയ്യോ എന്താ അങ്കിൾ അങ്ങനെ ചോദിച്ചത്? അല്ല, സത്യത്തിൽ നീ ഗർഭിണിയല്ലേ? എനിക്ക് തോന്നുന്നത് അതാണ്. നിന്നോട് ഞാൻ പറഞ്ഞു, ഈ കോടതിയിൽ ഗൗതം കേസ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നിൻ്റെ ഗർഭം ടെസ്റ്റ് ചെയ്യാൻ പറയും. അതോടുകൂടി നീ ഗർഭിണിയാണെന്ന് വീണ്ടും തെളിയും. അപ്പം നിധിയുടെ കേസ് ഒന്നും കൂടി നിധിക്കെതിരെ ആ ഒരു കേസ് കോടതിയിൽ തന്നെ തെളിയുന്നത് കൊണ്ട് അവൾക്ക് കഠിന ശിക്ഷ കൊടുക്കത്തേ ഉള്ളൂ. അതല്ല അങ്കിള്, അതൊക്കെ പ്രശ്നമാണ്. ഗൗതം നിധിയൊക്കെ ബുദ്ധിയുള്ള ആളുകളാണ്, എവിടെയും നമ്മളെ പരാജയപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് അങ്കിള് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എങ്ങനെയെങ്കിലും ഈ കേസ് പിൻവലിക്കണം. നീ പേടിക്കണ്ട, ഏത് തരത്തിലും നീ പേടിക്കണ്ട. ഈ കേസിൽ നിധി അകത്ത് പോയിരിക്കും എന്നുള്ളതിന് ഞാൻ ഉറപ്പ് തരുന്നു. അല്ല, ഗൗതം ഇനി ഒരു വക്കീലിനെ കണ്ടിട്ടുണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്? ഗൗതം കണ്ട വക്കീലിനെ എനിക്കറിയാം. അവൻ ക്യാഷ് വാങ്ങാൻ മാത്രം ഇരിക്കുന്ന വക്കീലാണ്. അവന് ക്യാഷ് അങ്ങ് എറിഞ്ഞു കൊടുത്താൽ തീർച്ചയായും ഈ പ്രശ്നത്തിന് പരിഹാരമാവും എന്ന് CKC പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്നതിനോടുകൂടി വലിയ സന്തോഷം തന്നെ ഇങ്ങനെ ശിവാനിക്കാവും. എങ്കിലും കൂടി പേടിയുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ്. പാറു ഇങ്ങനെ പൂജാമുറിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഈശ്വര എൻ്റെ കുഞ്ഞിൻ്റെ കേസ് നടക്കുന്ന ദിവസമാണല്ലോ, എൻ്റെ കുട്ടിക്ക് ജാമ്യം കിട്ടണേ, അവളുടെ നിരപരാധിത്വം തെളിയണേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പുറത്താണെങ്കിലോ ശിവാനിയും പ്രണവ് ഇങ്ങനെ സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രണവിൻ്റെ വർക്കുകൾ ഇങ്ങനെ ചെയ്തും കൊണ്ടിരിക്കുകയാണ് പ്രണവ്. ആ സമയം ശിവാനിയോട് പെട്ടെന്ന് ഒരു ബെല്ലടി കേൾക്കുകയാണ്. ശിവാനി പുറത്തോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഒരു പോസ്റ്റ്മാൻ ആയിരിക്കും, രജിസ്റ്റേർഡ് ഉണ്ടെന്ന് പറയാണ്. അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഈശ്വര എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്താണ് ഇതൊരു കോടതിയിൽ നിന്ന് ഒരു നോട്ടീസാണ്? നോട്ടീസോ? അത് കേൾക്കുമ്പോഴാണ് കേട്ടോ ശിവാനിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഗൗതം പറഞ്ഞിരുന്നു, നിൻ്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കുകയാണ്, നീ ഗർഭിണിയല്ലെന്ന് പറയുന്നതിനോട് കൂടി കോടതി അത് തെളിയിക്കാൻ ആവശ്യപ്പെടും. അതോടുകൂടി നിൻ്റെ ഗർഭത്തിൻ്റെ കഥ പുറത്തു വരും, എൻ്റെ നിധി രക്ഷപ്പെടും എന്ന് പറയാനേട്ടാ. അപ്പോൾ ഈ സമയം അത് പൊട്ടിച്ച് വേഗം വായിച്ച് നോക്കുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഗൗതം കോടതിയിൽ നിന്നും ഒരു കേസ് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ശിവാനിക്ക് ഇങ്ങനെ ഗർഭിണിയല്ല എന്നുള്ള ആ ഒരു ഇത് ശിവാനിക്ക് ആ നോട്ടീസ് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇത് കാണുന്ന ശിവാനി ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, ഈശ്വര പെട്ടല്ലോ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആ പ്രണവ് അവിടെ ഇരിക്കുന്നത് കാണാം. ഈ പൊട്ടനെ പറ്റിക്കാൻ പറ്റുള്ളൂ. ഇവനെ വെച്ച് ഇവൻ്റെ ഏട്ടനെയും വെച്ച് എന്തായാലും ഏട്ടനിട്ട് ഉഗ്രം പണി കൊടുക്കുക എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്.
അങ്ങനെ പ്രണവ് പ്രണവ് എന്ന് പറഞ്ഞ് കരഞ്ഞും കൊണ്ട് ശിവാനി ഓടിച്ചെല്ലാണ്. ഇതേ സമയം എന്താടി എന്താ പ്രശ്നം എന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ, നിങ്ങളുടെ ഏട്ടൻ കണ്ടില്ലേ എൻ്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്നു, ഞാൻ ഗർഭിണിയല്ലെന്ന് കോടതിയിൽ തെളിയിക്കാൻ നിങ്ങളുടെ ഏട്ടൻ ആവശ്യപ്പെടുന്നു. അത് കേൾക്കുന്ന പ്രണവ്, അതിനെന്താ പ്രശ്നം, ആ സത്യം ഒന്നും കൂടി അങ്ങ് തെളിയിച്ചു കഴിഞ്ഞാൽ നീ ഗർഭിണിയാണോ അല്ലെന്നല്ല നമുക്കറിയുന്ന കാര്യമല്ലേ, അതുകൊണ്ട് അത് തെളിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ പ്രശ്നത്തിന് പരിഹാരമായില്ല. അതല്ല എങ്കിലും കൂടി നമ്മുടെ കുട്ടിയുടെ ഈ ഒരു ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഞാനൊരു കള്ളി ആയതുകൊണ്ടല്ലേ, എന്നെ അങ്ങനെയല്ലേ ഗൗതം കാണുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ എൻ്റെ ഏട്ടനും ഏട്ടത്തി ഇത്രയും വൃത്തികെട്ടവരാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴെനിക്ക് അവരോട് വെറുപ്പാണ്. അതുകൊണ്ട് നീ പേടിക്കണ്ട, ഞാൻ എന്തായാലും എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ തൊടാൻ വേണ്ടി വയറ്റിലോട്ട് കൈവെക്കുമ്പോഴേക്കും ശിവാനി അത് വേണ്ട, എൻ്റെ മാനസികാവസ്ഥ ഞാൻ ആലോചിക്കുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങളുടെ സാധാരണ ഒരു ഗർഭിണിയായി കഴിഞ്ഞാൽ ആ പെണ്ണ് ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാണ് ഉണ്ടാവുക. ഇപ്പോൾ 6 മാസമൊക്കെ ആയിട്ടും വീണ്ടും വീണ്ടും എന്നെ ഗർഭിണിയല്ലെന്ന് പറഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോഴും പ്രണവ് കൈകൊണ്ട് എൻ്റെ മക്കളെ ഞാൻ ഒരിക്കലും ഒന്നിനും വിട്ടു കൊടുക്കില്ല, എൻ്റെ മക്കൾ അപ്പോൾ ഇങ്ങനെ തൊടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തൊടുന്ന സമയത്തും പ്രണവിൻ്റെ കൈ ഇങ്ങനെ തട്ടി മാറ്റാണ്, പ്രണവിനെ തൊടാൻ സമ്മതിക്കില്ല, ദേഹത്തോട്ട് വരാൻ ശിവാനി സമ്മതിക്കുകയല്ല കേട്ടോ. അതിപ്പോൾ ഈ ഒരു കേസ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇന്നലെ ഒരു റിവ്യൂ പറഞ്ഞിരുന്നല്ലോ, അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ കേട്ട് നോക്കിയാൽ അടുത്ത് കിടക്കുന്നവനെ അറിയില്ലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ, അതിന് ഉത്തരം ഇന്നലത്തെ റിവ്യൂയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പറയുന്നതെല്ലാം ഉണ്ടാവാൻ പോകുന്ന കഥയാണ്. ചില സംസാരത്തിൽ ചെറിയ ഒരു വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ കേട്ടോ. ഈ സമയം പാറു ഇങ്ങനെ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ മക്കളെ നല്ലപോലെ രക്ഷിച്ച് കൊണ്ടുവരണേ ദൈവമേ, എൻ്റെ മക്കൾ എത്തണേ എന്നൊക്കെ പറയുമ്പോൾ ഗൗതം ഇങ്ങനെ കോടതി മുറ്റത്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ കോടതി മുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, നിധിയും കാത്ത് നിൽക്കുന്ന സമയത്ത് ആ പാറു വിളിക്കുന്നത്. അപ്പോൾ എന്താ പാറു എന്ന് പറയുമ്പോൾ, നിധി വന്ന മോനെ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, അവൾ എത്തിയിട്ടില്ല. അപ്പോൾ വക്കീലിനെയും കാണാനില്ല, വക്കീലിനെയും പ്രതീക്ഷിച്ചാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറയണ കേട്ടോ. എന്തായാലും മോനെ, ഈ അമ്മയുടെ പ്രാർത്ഥന നിങ്ങളുടെ ഒപ്പം ഉണ്ട്, മോനെ നീ അവളെ രക്ഷിച്ച് കൊണ്ടുവരണം, തീർച്ചയായും ഞാനതിന് ശ്രമിക്കുന്നുണ്ട് അമ്മയെന്ന് പറയുമ്പോഴാണ് കേട്ടോ നിധി ജീപ്പിൽ വന്നിറങ്ങുന്നത്. അപ്പോഴേക്കും പാറുവിനോട് ഗൗതം പറയാം, ഫോൺ വെക്ക്, ഞാൻ എന്തായാലും നിധിയെ കാണട്ടെ, നിധി വന്നിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ നിധിയുടെ അരികിലോട്ട് ഓടി ചെന്ന് നിധി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും നിധി പൊട്ടിക്കരയാണ്, ഗൗതം എന്ന് പറഞ്ഞ് കരയാണ്. അത് കേൾക്കുന്നതിനോട് കൂടി അവിടുത്തെ ജയിൽ സൂപ്രണ്ട്, എന്താ ഇത്, നിങ്ങൾക്ക് ചന്തയാണ് സംസാരിക്കാൻ, ഇവളൊരു പ്രതിയാണ്, ഒരു കൊലക്കുറ്റം ചെയ്തവളാണ്, ഇവൾക്ക് ഓരോ വാക്കുകൾ പറഞ്ഞു കൊടുത്ത് ഇവളെ ഈ കേസിൽ നിന്ന് നിങ്ങൾ രക്ഷിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് നിധിയെ വലിച്ചഴിച്ച് കൊണ്ടുപോകുമ്പോൾ നിധി ഗൗതം എന്ന് പറഞ്ഞ് തിരിഞ്ഞ് വിളിച്ചു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, നീ പേടിക്കേണ്ട നിധി, നിനക്കുള്ള എല്ലാ രക്ഷകളും ഞാൻ ചെയ്തിട്ടുണ്ട്, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ഗൗതം തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ പിറകിൽ പ്രണവും ശിവാനിയും കാറിൽ വന്നിറങ്ങുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ശിവാനിയെ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ ഏട്ടൻ അത് നിൽക്കുന്നത്, നിങ്ങളുടെ ഏട്ടന് അവരുടെ ഭാര്യയ്ക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ ഇട്ട് ഇങ്ങനെ കോടതിയിലൊക്കെ കയറ്റിയിട്ട് എനിക്ക് മാനസികാവസ്ഥ, നീ അതൊന്നും വക കൊടുക്കണ്ട, അവരെ ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് ശരി തന്നെ, അവർക്കുള്ള ശിക്ഷ കൊടുക്കണം, അതുകൊണ്ട് നീ വാ, എൻ്റെ ഏട്ടൻ, എനിക്ക് ആ പേര് പറഞ്ഞ് കേൾക്കുന്നതിൻ്റെ വെറുപ്പാന്ന് പറഞ്ഞിട്ട് അവരിറങ്ങുമ്പോൾ ഗൗതമിൻ്റെ മുന്നിലോട്ടാണ് കേട്ടോ. ഗൗതം ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ശിവാനി ഇങ്ങനെ തുറിച്ച് നോക്കുമ്പോൾ ശിവാനി പേടിയോടുകൂടി ഗൗതമിനെ നോക്കുന്നുണ്ട് കേട്ടോ. ആ സമയം പ്രണവ് ഒന്നും മിണ്ടില്ല. അപ്പോഴേക്കും ശിവാനി ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ പ്രണവ് എന്ത് ചെയ്യുന്നു, വാ എന്ന് പറഞ്ഞിട്ട് കൈകൾ പിടിച്ച് പതിയെ അങ്ങോട്ട് കൊണ്ടുപോവാണ് കേട്ടോ. പിന്നീടാണെങ്കിലും വക്കീലിനെ കാണാനില്ല, എത്ര സമയമായിട്ടും വക്കീലെത്തുന്നില്ല, കോടതി കൂടാരായി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഗൗതം തൻ്റെ ഫോണെടുത്ത് വക്കീലിനെ ഒരുപാട് തവണ വിളിക്കുന്നുണ്ട്, പക്ഷേ ആ വിളിയിലൊന്നും അയാൾ ഫോൺ എടുക്കുന്നില്ല. പിന്നെ കാണിക്കുന്നത് CKCയും ഈ വക്കീലും കൂടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്, അവർ തമ്മിൽ ഇങ്ങനെ മദ്യപിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ CKC ഇങ്ങനെ പണം കൊടുക്കുന്നുണ്ട്, നീ എനിക്കൊപ്പം നിൽക്കണം, ഈ കേസ് വാദിക്കാൻ പോകരുത്. അപ്പോൾ ഈ ഫോൺ കോൾ വീണ്ടും വരുമ്പോൾ ഈ വക്കീൽ പറയുന്നുണ്ട് ഗൗതമിൻ്റെ ഫോണാണെന്ന് പറയുമ്പോൾ CKC പറയണത്, അത് വക കൊടുക്കണ്ട, അതിന് നീ തിരിഞ്ഞ് നോക്കണ്ട, അവനവിടെ നിൽക്കട്ടെ എന്ന് CKC പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം കോടതിയിലോട്ട് ഇങ്ങനെ കയറിയിരിക്കുകയാണ് ഗൗതം. അപ്പോൾ ആ സമയം നിധി ചോദിക്കുന്നുണ്ട്, ഗൗതം നമ്മുടെ വക്കീൽ എത്തിയില്ലേ? ഇല്ല, എത്തിയിട്ടില്ല. പിന്നെ വക്കീൽ എവിടെ പോയി? അതൊന്നും എനിക്കറിയില്ല നിധി, വക്കീലിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൗതം ഇങ്ങനെ മൊത്തത്തിൽ ടെൻഷനാണ്, ഈശ്വര വക്കീലെന്താ വരാത്ത എന്നുള്ള ആ ടെൻഷനോട് കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വരാനിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ട് സന്തോഷിക്കുക പ്രണവ് ശിവാനി കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരാനിരിക്കുന്നത്.